ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ പെരട്ടാണ്. അതിനായിട്ട് 2 സവാള, കുറച്ച് ചെറിയ ഉള്ളി, 3 പച്ചമുളകാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ വെളുത്തുള്ളി ഇഞ്ചിയും വേണേ. അത് ഞാൻ അരിഞ്ഞിരിക്കുന്നത് പോലെ അരിഞ്ഞാൽ നല്ലത്. എന്നിട്ട് സവാളയും ചെറിയ ഉള്ളിയും പച്ചമുളകും ഒക്കെ ഇതുപോലെ അരിയണം. അടുത്ത് നമ്മൾ ചിക്കൻ എടുക്കണം. ചിക്കൻ ഞാനിവിടെ ഒരു 1/4 കിലോ ചിക്കൻ ഉണ്ടത്. അതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യണം. അത് കഴിഞ്ഞ് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അടുത്തതായിട്ട് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യണം. പിന്നെ 1 ടീസ്പൂണോളം കുരുമുളക് പൊടി. കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യണം. എന്നിട്ട് ഒരു പകുതി നാരങ്ങ പിഴിയണം. നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്യണം. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്താൽ ടേസ്റ്റി ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് പാൻ ചൂടാക്കണം. എന്നിട്ട് അതിലോട്ട് എണ്ണ ഒഴിക്കണം. എന്നിട്ട് നമ്മളാദ്യം വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് ഒന്ന് വഴറ്റണം. അത് കഴിഞ്ഞിട്ട് പച്ചമുളക് ഇടണം. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവാളയും ചെറിയുള്ളിയും ഇടണം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉപ്പൂടെ ആഡ് ചെയ്തിട്ട് വഴറ്റിയാൽ നല്ലതായിരിക്കും. ഒന്ന് വഴണ്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ ആക്കി വെച്ചിരുന്ന ചിക്കൻ ഇതിലോട്ട് ആഡ് ചെയ്യണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യാമേ. അത് കഴിഞ്ഞിട്ട് അടച്ചു വെച്ച് വേവിക്കണം. ഇതൊന്ന് വെന്ത് വന്നതാണ്. ഇനി ഇതിലോട്ട് 2 കാര്യം കൂടെ ആഡ് ചെയ്യാനുണ്ട്. ഒന്ന് 1 ടീസ്പൂൺ മസാലപ്പൊടി, രണ്ടാമത് 1 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, പിന്നെ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് മല്ലിയില ആഡ് ചെയ്യണം. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്യണം. ഒന്ന് ഇളക്കിയിട്ട് അതിനെ അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം. നമ്മുടെ ചിക്കൻ പെരട്ടൂടെ റെഡിയായിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.